ഇന്ന് അതേ ഇസ്ലാമിന്റെ അനുയായികൾക്ക് എന്താ അവസ്ഥ? ഏട്ടൻ അനിയനെ കണ്ടൂടാ, അനിയൻ ഏട്ടനെ കണ്ടൂടാ, ഏട്ടൻ്റെ ഒക്കെ അനിയൻ്റെ ഓളെ കണ്ടൂടാ, അനിയൻ്റെ ഒക്കെ ഏട്ടൻ്റെ ഓളെ കണ്ടൂടാ, നാത്തുമാർക്ക് ആങ്ങളന്റെ ഓളെ കണ്ടൂടാ, ആങ്ങളന്റെ ഓളമാർക്ക് നാത്തുമാരെ കണ്ടെടുത്താ കണ്ടൂടാ, വാപ്പാർക്ക് മക്കളെ കണ്ടൂടാ, മക്കൾക്ക് വാപ്പാരെ കണ്ടൂടാ. മനസ്സിൽ പകയും വെറുപ്പും വെച്ച് ജീവിക്കുന്ന നമ്മള് 5 വക്തും റബ്ബിന്റെ മുമ്പിൽ നെറ്റി ചേർത്തിട്ട് പറയാ, ഇഹ്ദിനാ ഇഹ്ദിനാ, സ്വർഗം റബ്ബേ, സന്മാർഗം റബ്ബേ, ഫഅന്നാ. എങ്ങനെയാ മനുഷ്യരെ പടച്ചോൻ അത് തരിക? നമ്മൾ കാരണം മനസ്സ് വേദനിച്ച ഒരാളെങ്കിലും ഈ ദുനിയാവിലുണ്ടെങ്കിൽ നമ്മളെ പ്രാർത്ഥനകൾ 1-ാം ആകാശം വിട്ടുകിടക്കുന്നില്ല എന്നാണ്. നമ്മൾ കാരണം നെഞ്ച് കലങ്ങിപ്പോയ വിതുമ്പേണ്ടി വരുന്ന ഒരു മനസ്സോ കണ്ണോ ഈ ദുനിയാവിലുണ്ടെങ്കിൽ, വാപ്പാരെ, മക്കളെ, അള്ളാഹുവിന്റെ 7-ാം ആകാശം പോട്ടെ, 1-ാം ആകാശം പോലും നമ്മളെ ദിക്റുകൾ വിട്ടുകിടക്കൂല എന്നാ. ആ കണ്ണീരിന്റെ വില അവനെ കൊണ്ട് സങ്കടത്തോടെ പൊരുത്തപ്പെടിച്ചിട്ടല്ലാതെ. അതുകൊണ്ട് കുടുംബത്തിൽ ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താ? കുടുംബം മധുരാവാൻ നമുക്ക് കുറച്ച് തോൽക്കാൻ പറ്റെങ്കിൽ അവിടെ തോറ്റേക്കണം. ഞാൻ തോറ്റാൽ അത് റാഹത്താകെങ്കിൽ ഞാൻ അത് സലാം പറഞ്ഞേക്കും. ഞാനൊരു സലാം പറഞ്ഞാൽ അത് തീരെങ്കിൽ ഞാൻ ആ സലാമിന് വരും, ഞാൻ വരാൻ റെഡിയാ, ഞാൻ അതിനിരിക്കാൻ റെഡിയാ. ഇന്നതല്ല, വാശിയ അവസ്ഥകന, ഞാൻ ഓന്റെ ചെലവിലല്ല. എന്റെ 2 ആൺകുട്ടികളെ ഞാൻ കെട്ടിച്ചു, 2 പെൺകുട്ടികളെ ഞാൻ കെട്ടിച്ചു. അതുകൊണ്ട് ഇന്റെ ചെലവില്, ഞാൻ ഓന്റെ ചെലവിലല്ല. എന്നോട് എന്താ ഉള്ളവര് എന്റെ പുരയിൽ വരട്ടെ. ഈ മാനസികാവസ്ഥ ഉണ്ടല്ലോ. ഓൻ 5-ന് പകരം 50 വക്ത് ജമാഅത്തിന് പോയി എന്നാൽ പടച്ചോൻ സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് ആൾക്കാരുടെ നിസ്കാരവും നോമ്പൊക്കെ ക്ലിയറാ, അതിലൊന്നും ആരും ഒരു കുറവും വരുത്തുന്നില്ല. പക്ഷെ മനസ്സ് നന്നാവുന്നില്ല. പകയും വെറുപ്പും നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഈഗോയും പൊങ്ങച്ചവും മനുഷ്യന്റെ ഹൃദയം വിട്ടുകിടക്കുന്നില്ല. പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും പുച്ഛവും ഏഷണിയും പരദൂഷണവും കുതന്ത്രവും കുത്തുവാക്കും നെഞ്ച് നിറഞ്ഞു നിൽക്കുക. ആ നെഞ്ചുകൊണ്ട് ആ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുന്നതെങ്കിൽ 10,000 മയ്യത്തസ്കരിച്ചിട്ട് എന്താ മനുഷ്യരെ കാര്യം? ഒരു മയ്യത്തസ്കാരത്തിന്റെ പിന്നിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പോലും കേട്ടിട്ടുണ്ട്, എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ, എന്തൊക്കെയായിരുന്നു കുടുംബക്കാരായിട്ടുള്ള പണിക്ക്. പെങ്ങളെ തല്ലിയിട്ടുണ്ട്, ആളിയനെ മട്ടലെടുത്ത് തച്ചിട്ടുണ്ട്, ആങ്ങൾക്ക് കൊടുക്കേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. അവസാനം പോയത് കണ്ടോ? 3 വെള്ളത്തുണിയിൽ, അതും മണ്ണോട് ചേരുന്ന കോറത്തുണി. 700 റുപ്യ, മാക്സിമം 1000 റുപ്യന്റെ ചെലവേ ഉള്ളൂ എനിക്ക് ഇങ്ങൾക്കും പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ. മാക്സിമം 1000 റുപ്യന്റെ ചെലവ്. എന്റെ നാട്ടിൽ 800 റുപ്യ ഉള്ളൂ. കുറച്ച് കോട്ടം തുണിക്കും പഞ്ഞിക്കും 3 വെള്ളത്തുണിക്കും, പിന്നെ തെളിക്കേണ്ട കുറച്ച് കർപ്പൂര വെള്ളത്തിനും. 1000 റുപ്യന്റെ ചുവടെ എനിക്കിങ്ങൊക്കെ ഈ ദുനിയാവെന്നുള്ള യാത്രക്ക് വേണ്ടിയേ ഉള്ളൂ. മത്സരിച്ചും വാശി പിടിച്ചും കെട്ടിപ്പിടിച്ച് പൂട്ടിവെച്ചതും അതിന്റെ പേരിൽ പിണങ്ങിയതും അതിന്റെ പേരിൽ പക കാണിച്ച് കൊണ്ടുനടന്നതും എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷം വരാനുണ്ട്. അന്ന് സൂര്യൻ ഉരിച്ചാണ് മേലെയായിരിക്കും, അന്ന് നമ്മൾ നഗ്നരായിരിക്കും, അന്ന് എരി കൂട്ടിയോനും കുത്തിത്തിരിപ്പുണ്ടാക്കിയോനും വീറും വാശിയും കൊണ്ട് പക തന്നോനും നമ്മളെ കൈവിട്ടിട്ടുണ്ടാകും. ആ ലോകത്ത് നമ്മൾ കരയാതിരിക്കാൻ ഓരോ ബന്ധങ്ങളും അതിന്റെ സന്തോഷത്തോടെ കൊണ്ടടക്കാൻ പറ്റണം. ഭാര്യമാര് പറയണം ഭർത്താക്കന്മാരോട്, നിങ്ങളെ പെങ്ങളോടൊന്ന് നന്നാവണം, എനിക്ക് പൊരുത്തല്ലോ, എന്തിന് നിങ്ങൾ അതിന്റെ പേരിൽ പെങ്ങളുമായിട്ട് പിണങ്ങി നടക്കുന്നത് എനിക്കിഷ്ടല്ല, ഇനി എന്റെ കുടുംബത്തേക്കൊന്ന് പോണം, എന്റെ വാപ്പനെയും ഇവരെയൊക്കെ ഒന്ന് കാണും. ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുക. ഓളാരാ? ഓള വാപ്പയാരാ? അമ്മോശാക്ക. ഓളമ്മയാരാ? അമ്മായിത്ത. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാ. കെട്ടിയ പെണ്ണിന്റെ കുടുംബക്കാരോട് പിണക്ക്. എന്തിനാപ്പ പിണക്ക്? ഓക്ക് തന്ന് കുറഞ്ഞുപോയി, മരിച്ച വാപ്പാന്റെ സ്വത്ത് കിട്ടൂലെന്ന് ഉറപ്പായി, അല്ലെങ്കിൽ ഓളോളെ വീട്ടിൽ പോയി കൂടാൻ പോയി പാർക്കാൻ പോയി തിരിച്ചു വന്നപ്പം കൊണ്ടുവന്ന പലഹാരം കുറഞ്ഞുപോയി. എന്തൊക്കെയോ കാരണങ്ങൾ. മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരിൽ മക്കൾ തമ്മിൽ പിണക്ക്. കണ്ണായ കണ്ണിന്റെ പറമ്പിന്റെ പേരിൽ, അതിരിട്ട കല്ലിന്റെ പേരിൽ മക്കൾ തമ്മിൽ പിണക്ക്. ഇവരൊക്കെ ആരാന്നറിയോ? 5 വക്തും നിസ്കരിക്കുന്നവര്, 5 വക്തും നിസ്കരിക്കുന്നവര്, ഹറം കണ്ടവര്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ചൊല്ലി പടച്ച റബ്ബിന്റെ അതിഥിയായി പോയവര്, പട്ടിണി 1 മാസം കിടന്ന് റബ്ബിനെ തൃപ്തിപ്പെടുത്തിയവര്. സഹോദരങ്ങളെ, ഞാനിത് ഇത്ര ആവേശത്ത് പറയാൻ എന്താ കാരണം എന്നറിയാം നിങ്ങൾക്ക്? സത്യം പറഞ്ഞാല് നിസ്കാരവും നോമ്പും ഒക്കെ ജനങ്ങൾക്ക് ക്ലിയർ ആണെങ്കിലും ഈ പകയും വെറുപ്പും മനസ്സിന്ന് പോകാത്തത് കൊണ്ടാണ്. അതില്ലാണ്ടായി പോകാൻ, അത് മനുഷ്യന്റെ മനസ്സിന്ന് പോയെങ്കിൽ മാത്രമേ ഓന്റെ മടക്കം റാഹത്താവൂന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്ര ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിൽ 950കളിലും 60കളിലൊക്കെ വന്നത് അന്നത്തെ നേതാക്കന്മാർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, കോളറയും മാപ്പള കലാപത്തിലും പെട്ട് സങ്കടപ്പെട്ട് മരിച്ചോയ വാപ്പാരുടെ മക്കൾക്ക് യത്തീംഖാന തുടങ്ങാനായിരുന്നു. യത്തീംഖാന തുടങ്ങി കേരളത്തിന്റെ മുക്കുമൂലകളിൽ സുഭിക്ഷമായിട്ട് യത്തീം മക്കൾ ജീവിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ
മുക്കുമൂലകളിലുള്ള കുടുംബങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് വരുന്ന കത്തുകളിൽ പലതിന്റെ ഉള്ളടക്കം എന്താണെന്നറിയോ? മക്കൾ നോക്കാതെ പാതയോര വക്കിലും കടത്തിണ്ടയിലും വീട്ടിന്റെ പോർച്ചിലും ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പേര് മാറ്റിയിട്ടെങ്കിലും ഒരു അത്താണി, ഒരു ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങിക്കൂടെ? ഈ സാധുക്കൾ അവിടെ കൊണ്ടുവച്ചിടാൻ വേണ്ടിയിട്ട് ഒരു വാപ്പനെയും ഇമ്മനെയും കൈമ കിട്ടിയിട്ടും സ്വർഗം കാണാൻ പറ്റാതെ പോയാൽ അവനേക്കാളിലും അപമാനിക്കപ്പെടുന്ന ഒരു മക്കള് പരലോകത്തില്ല എന്നാണ്. ഇന്ന് സ്നേഹങ്ങളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലുമാണ്. നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എനിക്ക് തന്നെ അയച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്ന ഒരു 10-35 ആൾക്കാർ. സൗദി അറേബ്യയിലുള്ള ഒരു കഥ നിങ്ങളും കേട്ടിട്ടുണ്ടാകും. അനിയനായിരുന്നു വാപ്പാനെ നോക്കല്. അവസാനം ജേട്ടൻ കേസ് കൊടുത്തു അനിയന്റെ വറ്റുനിന്ന് വാപ്പനെ കിട്ടാൻ വേണ്ടി. അവസാനം കേസ് ഏട്ടന് വിധിയാവുകയും ആ കോടതി വരാന്തയിൽ നിന്ന് അനിയന്റെ കൈമന്ന് വാപ്പന്റെ കൈ പിടിച്ച് ഏട്ടൻ ഇങ്ങനെ നടന്ന് കാറിൽ കയറാൻ നേരത്തെ ഏട്ടന്റെ കാറിന്റെ അരികിൽ വന്ന് ഏട്ടന്റെ മുഖത്ത് നോക്കി അനിയൻ പറഞ്ഞു, കാക്കേ നിങ്ങളിന്റെ സ്വർഗാട്ടോ കൊണ്ടോണെന്ന്. കോടതി മുറി പോലും അമ്പരന്ന് ത്രസിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ എഴുതി വിട്ടപ്പം നമ്മൾ അയച്ച 150 ഗ്രൂപ്പില്. പക്ഷെ സ്വന്തം വാപ്പാന്റെ കൈയൊന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരാഴ്ച മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ല് വെള്ളാക്കി ആ വാപ്പാന്റെ നെഞ്ചിന്റെ ഉള്ളിലെ പെടച്ചിലറിഞ്ഞിട്ടുണ്ടോ? പറയാൻ മടിച്ചിട്ടും നെഞ്ചിന്റെ ഉള്ളിലെ വേദനയും കൊണ്ടടക്കുന്ന ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ഉള്ളിലെ നാവുമ്മൽ ഒരക്ഷരം കേൾക്കാൻ നേരം കിട്ടിയിട്ടില്ലേ? വാട്സപ്പ് കൂടെ കുറെ പൊലിപ്പിച്ചതുകൊണ്ട് സ്വർഗം തരാന്നൊന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. മാതൃദിനത്തിന്റെ അന്ന് അടുക്കളയിൽ കയറി ഉമ്മാന്റെ പരം ഫോട്ടോ എടുത്ത് ഉമ്മാന്റെ കൂടെ കരുവാളിച്ച മുഖവും കാണിച്ച് നിൽക്കുന്നവന് ഇന്ന് ലോക മാതൃദിനം എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയാല് 1000 ലൈക്കും 100 ഷെയറും കിട്ടിയ സ്വർഗത്തിലേക്കുള്ള ജന്നാത്തുൽ ഫിർദൗസിന്റെ 10 പടി കയറി എന്ന് പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം. മറിച്ച് ആ ഉമ്മന്റെ കാലിന്റെ ചവിട്ടിയ സ്വർഗം. അതുകൊണ്ട് ആ മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് സ്വർഗത്തിലെ മണ്ണ് കിട്ടുമെന്ന് ചോദിച്ചപ്പം കിട്ടു ഉസ്താദേ. അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഉസ്താദുമാരെയും മദ്രസ അധികാരികളെയും അമ്പരപ്പിച്ചുകൊണ്ട് പെറ്റുമ്മാന്റെ കാലിന്റെ ചുവട്ടുന്ന് മണ്ണ് വാരിക്കൊണ്ടോന്ന ഒരു മകന്റെ ചരിത്രം നമുക്കറിയാമെങ്കിൽ സ്വന്തം വാപ്പനെയും ഇമ്മനെയും തൃപ്തിപ്പെടുത്താൻ പറ്റാത്തവനാ പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ പരക്കം വായുന്നത്. സ്വന്തം വാപ്പനെയും ഇമ്മനെയും തൃപ്തിപ്പെടുത്താൻ പറ്റാത്തോളാ നാട്ടിൽ ഖുർആൻ ക്ലാസ് കൊണ്ട് കുടുംബക്കാരുടെ ഇടയിൽ സൽപ്പേരുണ്ടാക്കാൻ പരക്കം പായുന്നത്. എന്ത് നേട്ടം അതുകൊണ്ടുണ്ടാവുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വെച്ച് മാതാപിതാക്കളോടുള്ള കടമ വിശദീകരിച്ചപ്പം ഒരു സ്വഹാബി എഴുന്നേറ്റ് ഓടുക. സഹാബാക്കൾ പിന്നാലോടി. എന്താണെന്നറിയാൻ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ ഒരു വെട്ടുകത്തിയെടുത്ത് ഈത്തപ്പനന്റെ മുകളിൽ കയറി അതിന്റെ തല ഇങ്ങനെ വെട്ടുക. അത്ഭുതത്തോടെ താഴെ നിൽക്കുന്നവര് ചോദിച്ചു, സഹോദര എന്തിനാ ഇത് വെട്ടുന്നത്? അവൻ തിരിച്ചു മറുപടി പറയാതെ വെട്ടിമാറ്റിയ ഈത്തപ്പനയുടെ ഉള്ളിൽ നിന്നും ഒരു വെള്ള കരിമ്പെടുത്ത് ഊർന്നിറങ്ങി വയസ്സായി കിടക്കുന്ന ഉമ്മാന്റെ കട്ടിലിന്റെ അരികിൽ ചെന്ന് പൊട്ടിച്ച് ഉമ്മാന്റെ വായിൽ വെച്ച് കൊടുക്കാന്ന്. ഇത് കണ്ടപ്പം കൂടെ പോന്ന സഹാബാക്കൾ ചോദിച്ചു, പമ്പര വിട്ടി, ഇതിനു വേണ്ടി അങ്ങിപ്പാ ഈത്തപ്പന വെട്ടിക്കളഞ്ഞ്? ഈ ചെറുപ്പക്കാരൻ സങ്കടത്തോടെ പറഞ്ഞു, ഇന്നലെ എന്റെ ഉമ്മ ഒരാഗ്രഹം പറഞ്ഞിരുന്നു. അവരുടെ ജീവിതത്തിന്റെ പട്ടിണിയുടെ കാലത്ത് അവർ വിശപ്പകറ്റിയ ആ കരിമ്പിന് വേണ്ടി. പക്ഷേ ഈ സെക്കൻഡ് വരെ എന്നോട് അത് മറന്നുപോയി. അള്ളാന്റെ റസൂലുള്ളാന്റെ വാക്ക് കേട്ടപ്പം എനിക്കത് ഓർമ്മ വരികയും ഞാൻ ആ ഉമ്മാന്റെ അരികിലേക്ക് ഓടിക്കതച്ച് വന്നതുമാണ്. ആ തിരിച്ചറിവോടെ അവര് പെരുമാറിയിട്ടുണ്ടെങ്കിൽ സ്വന്തം വാപ്പയുമേയും മനസ്സമാധാനത്തിലാണോ നമ്മളോട് യാത്ര പറഞ്ഞത്? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. നിങ്ങളെയൊക്കെ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് അവരെന്നെയാണ്. ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ആരാന്ന് ചോദിച്ചാൽ പറയലുണ്ട് അദ്രൈമാന്റെ മോനെ. ആ അദ്രൈമാൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ വലിയ അഡ്രസ് ഒന്നുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഓരോരുത്തരും, നിങ്ങൾ ആരാ പറയാനൊരു വാപ്പയമ്മയും കൂടെ ഉള്ളതുകൊണ്ടല്ലേ, ഒരുമുള്ളതുകൊണ്ടല്ലേ. എന്തൊക്കെ ബേജാറുണ്ടെങ്കിലും 10,000 നമ്മൾ ആശ്വസിപ്പിച്ചാലും സാരല്ലടോ എന്ന് സ്വന്തം പെറ്റുമ്മ പറഞ്ഞാൽ കിട്ടുന്ന ഒരു അനുഭൂതി എത്രയാ? ഒന്നടുത്തിരുന്നിട്ട് ആ കയ്യൊന്ന് പിടിക്കുമ്പോൾ കിട്ടുന്ന മനസ്സമാധാനം എത്രയാ? ഒന്നും ചെയ്തു കൊടുക്കണമെന്നില്ല, കയ്യൊന്ന് പിടിച്ചാൽ മതി. മരിച്ചടക്കുന്ന അമ്മാന്റെ കൈ പിടിച്ചൊരു മോൻ കരഞ്ഞോണ്ട് പറയും, അമ്മന്റെ കൈ നിറച്ച അടയാളുണ്ട്. ആ അടയാളം വന്നതേ ഇന്നെങ്ങളെയും പോറ്റാനാ. ഒരു വാപ്പാന്റെ നെഞ്ചുടഞ്ഞു പോകുന്നതും കൈ ബലഹീനാകുന്നതും മസിൽ പൊട്ടിപ്പോകുന്നതും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് വേണ്ടിയാ. ആരെയും അറിയിക്കാതെ ഒരു വാപ്പ തരുന്ന തണലാണ് ഇന്ന് ഞാനും കൂടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ ഇന്ന് 40, 50, 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വാപ്പാരൊക്കെ സൈഡാ, മൂലയാ, ഏകാന്തതയിലേക്ക്. ഞാൻ ചിന്തിക്കാറുണ്ട്, കോവിഡ് വന്ന സമയത്ത് നമ്മളോട് ഒരു 3 മാസം അകത്തിരിക്കാൻ പറഞ്ഞു സർക്കാർ. നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. റോട്ടുമക്ക് പോകാൻ പാടില്ല, പള്ളിക്ക് പോകാൻ പാടില്ല, ഒരു കല്യാണമല്ല,
3 മാസം പോട്ടെ, 3 ദിവസം കൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയില്ലേ? പോലീസുകാർ നിരത്തി തല്ലിയില്ലല്ലോ അത്തിയോണ്ട് പുറത്തിറങ്ങിയപ്പോ? അന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കൂടിയൊക്കെ നാട്ടുകാരോട് പറഞ്ഞത് എന്താ? വീട്ടിലിരിക്കാനാവൂല, പൊരയിൽ അങ്ങനെ ഇരിക്കാൻ പറ്റൂല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 10-65 വയസ്സ് കഴിഞ്ഞ ഈ സാധുക്കൾ പലരും പൊരേ തന്നെയാ. പള്ളിക്ക് ചിലപ്പോ ഒന്ന് പോവാൻ അനുവാദം കിട്ടിയാലായി, അതും പോണത് ഒരു മനസമാധാനത്തിനാണ്. ഒരു 5 ഉറുപ്യ കൈമലുണ്ടാവൂല. പേരക്കുട്ടികൾ വന്ന് മുട്ടായി ചോദിച്ചാൽ കൊടുക്കാനുണ്ടാവൂല. വാപ്പാന്റെ മുതലൊക്കെ വീതിച്ച് കൈമല് ബിസിനസ് ഒക്കെ ചെയ്തോലേ. ഞാൻ എന്റെ പ്രസംഗത്തിൽ പറയലുണ്ട്, അതിന്റെ ഒക്കെ ഒരു ഷെയറും ഒരു ലാഭവും ഒക്കെ ഉപ്പാന്റെ കൈമ കൊണ്ട് കൊടുക്കേണ്ടി. ഒരു 10-100 തേങ്ങ വലിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അത് പൈസ വാപ്പാന്റെ കൈമ കൊടുത്തിട്ട് പറയും, ഇങ്ങക്ക് എടുക്കാനുള്ള എടുത്തിട്ട് എനിക്കിങ്ങ് തന്നേക്കുന്നു. ഇത് സ്വന്തം പൊരയിൽ പോലും വാപ്പ വെച്ച, അന്നത്തെ വാപ്പാന്റെ വേർപ്പ് പറ്റിച്ചു വെച്ച 450-550 സ്ക്വയർ ഫീറ്റ് വീട് ഇന്നോന് കണ്ണുപിടിക്കുന്നില്ല. അതിന്റെ ഉള്ളിലാ വാപ്പാന്റെ സ്വർഗം. ആ സ്വർഗത്തിലാ വാപ്പങ്ങളെ പോറ്റി. ആ അടുക്കള ഉമ്മാന്റെ രാജപാതയായിരുന്നു, രാജകീയ പാത. ആ അടുക്കളയിലെ കരിയും പുകയും കൊണ്ടിട്ട ഉമ്മങ്ങളെ ആക്കി തന്ന് പലപ്പോഴും പട്ടിണി കിടന്നിട്ടാ അങ്ങളെ ജീവിപ്പിച്ച്. നമ്മൾ പറയാറില്ലേ, ഇന്നും ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ വായു വേണം, വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം, ശ്വസിക്കാൻ വായു വേണം, സ്നേഹവും വേണം ജീവിക്കാൻ. ഇത് 3 ഭൂമി കണ്ടപ്പുണ്ടായതല്ല. ഉമ്മാന്റെ ഗർഭപാത്രത്തിലും ഇത് 3 വേണം. വായു വേണം, വെള്ളം വേണം, സ്നേഹവും വേണം. അതെവിടുന്നാ കിട്ടിയത്? ഗുളികയെന്ന് കിട്ടിയതൊന്നും അല്ലട്ടോ. മറിച്ചൊരു ഉമ്മ തിന്നുന്ന ഭക്ഷണത്തിൽ നിന്നും, ഉമ്മാന്റെ ശരീരത്തിൽ നിന്നും, ഉമ്മന്റെ പൊക്കിൾ കൊടിയിൽ പടച്ചോൻ ഇട്ട് തന്ന അടയാളാത്. അതിലൂടെയാ വെള്ളം വന്ന്, അതിലൂടെയാ വായു വന്ന്, അതിലൂടെയാ കരുതൽ വന്ന്. അതുകൊണ്ട് അമ്മ മലന്നെടുക്കാണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. 4 മാസം കഴിഞ്ഞാൽ പിന്നെ മലന്നെടുക്കാൻ പാടില്ല, പിണഞ്ഞു. ഉമ്മ ചെരിഞ്ഞെടുക്കാൻ തുടങ്ങി. 6-ാം മാസം നമുക്ക് നടക്കാൻ പറ്റണില്ല. ഉമ്മക്ക് കാലിന്റെ ഞരമ്പ് തടിക്കാൻ തുടങ്ങി. അട്ടപ്പാതിരക്ക് പിയാപ്ലാര് കിടന്നുറങ്ങുമ്പോൾ ഉമ്മ അങ്ങനെ നടക്കുന്നുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഓള. 9-ാമത്തെ മാസത്തിൽ ഗർഭത്തിൽ പ്രസവിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മ കരുതും, പഠിച്ചോനെ ഇനി പ്രസവിക്കൂലെന്ന്. പക്ഷെ ചോദിച്ചു നോക്കി, പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞന്റെ മുഖം കണ്ടാൽ 1 കൊല്ലം തികയുമ്പോഴേക്കും പിന്നെ വിചാരിക്കും ഒന്നും കൂടി വേണമെന്ന്. അത് പടച്ചോൻ അവർക്ക് കൊടുത്തൊരു നിയമത്താണ്. ആ കരുതലും സ്നേഹവുമായിരുന്നു നമുക്ക് അവർ തന്നത്. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പം മറ്റു പലർക്കും വേണ്ടി നമുക്കതൊന്നും വേണ്ടാതാവുക. നോക്കുന്നില്ല എന്നല്ലട്ടോ, ചില കുടുംബങ്ങളിലൊക്കെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മക്കളുടെ അവസ്ഥ കാണുമ്പം, ഈ കഴിഞ്ഞ ദിവസം ഉമ്മാക്ക് വാർദ്ധക്യത്തിലെത്തിയപ്പോഴേക്കും ഉമ്മാന്റെ മാനസികാവസ്ഥ തെറ്റി. വസ്ത്രം ധരിക്കാത്ത ഉമ്മനെ ഒരു റൂമിൽ കെട്ടിടാൻ ഓന് മടി. അവസാനം ഓൻ ചോദിച്ചൊരു ചോദ്യം, ഉസ്താദെ വീൽ ചെയറിൽ ഉമ്മാന്റെ കൈയൊന്ന് കെട്ടിടട്ടെ. എന്തിനാന്നറിയോ? ഉമ്മ അപ്പിട്ടത് വാരി തിന്ന എറിയുകയും ചെയ്യുന്നത്. ഒരു ജോലിക്ക് പോകാൻ പറ്റാതെ ആ ഉമ്മ മെറ്റ് വെച്ചിട്ട് അപ്പിടുന്നത് എടുത്തിട്ടോ വൃത്തിയാക്കുന്നേ. അവസാനം വീണ്ടും ഓൻ ചോദിക്കുക, അമ്മാക്ക് ദ്രാവക രൂപത്തിലുള്ള വെള്ളം എന്തെങ്കിലും കൊടുക്കട്ടെ, കാരണം വീട് ഒന്നാകെ നാറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന മക്കളുണ്ട്. എന്നാൽ 5 എണ്ണം ഉണ്ടായിട്ടും ഒരു സമാധാനവും കിട്ടാതെ മണ്ണിന്റെ അടിയിലേക്ക് പോയവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. 5 മക്കളുണ്ടായിട്ടുണ്ട്. അപ്പൊ കണക്കാ എല്ലാവർക്കും, എന്തിനും കണക്ക് കിട്ടണം. ഓരോരുത്തരും നോക്കുന്നതിന്റെ കണക്ക്. ഞാൻ പറയലുണ്ട്, നമ്മൾ നോക്കിയാൽ നമുക്ക് അതിന്റെ ഗുണം ഉണ്ടാവും. ഓനോളും ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ, അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഞാൻ തമാശക്ക് വേണ്ടിയിട്ട് എന്റെ വീട്ടിൽ പറയാറുണ്ട്, ചിലപ്പം 29 ദിവസം എന്റെ ഓളായിരിക്കും എന്റെ അമ്മ നോക്കണത്. 29 ദിവസം ഓളെ ഏറ്റവും നല്ല നിൽക്കുമ്പനെ നോക്കുകയും ചെയ്യും. 30-ാം ദിവസം പെങ്ങള് വരും. പെങ്ങള് വന്ന് ഉമ്മാനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച്, ഉമ്മാക്ക് കുപ്പായൊക്കെ ഇടിച്ചെടുത്ത്, ഉമ്മാക്കൊരു കഞ്ഞൊക്കെ കോരിക്കൊടുത്ത്, ഒരു അച്ചാറൊക്കെ തൊട്ടാക്കിച്ചെടുത്ത് പോള് പോകുമ്പോൾ പിന്നത്തെ 29 ദിവസം ഉമ്മനെ ആരൊക്കെ കാണാൻ വരുന്നോ അന്നൊക്കെ ഉമ്മ പറയാ, എന്റെ മോള് വന്നീനും ഓളിഞ്ഞ കുളിപ്പിച്ച് ഓളിക്ക് തൊട്ടാക്കി തന്നു നോക്കി. അപ്പൊ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു വേജാറുണ്ടാവും. ഓള് ചോദിക്കും, ഞാനല്ല 29 ദിവസം. ഞാൻ ചോദിച്ചു, ഇങ്ങി നോക്കുന്ന ആരെ കൂലി പ്രതീക്ഷിച്ചിട്ടാ? നാട്ടുകാരെയും കുടുംബക്കാരെയും കൂലിയാ? അല്ല, എനിക്ക് പഠിച്ചോൻ്റെതല്ലേ. ഇനി അതങ്ങ് സബൂറാക്കിക്കാള്, ഇനി അതങ്ങ് സബൂറാക്കിക്ക. എന്നാ എനിക്ക് 29 ദിവസത്തെ കൂലി കിട്ടും. അതല്ല, നാട്ടുകാരൊക്കെ എന്നെ പറ്റി നല്ല പറയണം, ഓളാട്ടോ നോക്കിയേ എന്ന് പറയിപ്പിക്കാനാണെങ്കിൽ എനിക്ക് ആ പേര് കിട്ടും. കുടുംബക്കാരൊക്കെ പറയും ഓളമ്മനെ നോക്കിയേ. പക്ഷെ പടച്ചോന്റെ അടുത്തേക്ക് കൂലി കുറഞ്ഞിട്ടുണ്ടാവും. ആ ചിന്ത മനസ്സിൽ വെച്ച ഒരു ഉമ്മാനെ നോക്കുന്നിടത്തും ബേജാറുണ്ടാവില്ല. അപ്പൊ കുടുംബത്തില് മറ്റൊരാളിൽ നിന്നും എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നമ്മൾ ചെയ്യുന്നതിനൊന്നും നമുക്ക് വിചാരിച്ച ആ ഒരു പരിഗണന കിട്ടിയിട്ടില്ലേ, നമ്മൾ പെട്ടെന്ന് അസ്വസ്ഥരാകും. അതോടുകൂടി നമ്മൾ അതുവരെ ചെയ്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടാവുകയും ചെയ്യും. എല്ലാവരോടും നമ്മൾ പറയും, കിട്ടാത്തതിനൊക്കെ കണക്കേറിയും. ഇനി ഇതേപോലെ തന്നെ രക്ഷിതാക്കളിൽ ചിലരോടും മക്കളോടും
ഒരു മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളാ. അത് കഴിഞ്ഞിട്ടേ മരുക്കളിലേക്ക് എത്തുന്നുള്ളൂ. കാരണം ഓക്കൊരു വാപ്പയമ്മയും വേറെ ഉണ്ട്, അവക്കൊരു കുടുംബമുണ്ട്. ഓളമ്മനെയും വാപ്പനെയും നോക്കാൻ അവളെ പറഞ്ഞേക്കലാണ് നല്ല ഭർത്താക്കന്മാരുടെ ലക്ഷണം. അല്ലാതെ എൻ്റെ അമ്മനെയും വാപ്പനെയും നോക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ നിൽക്കണം എന്ന് ചിന്തിക്കുന്നതല്ല നന്മ.